നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റിവിഷനാണ് ഇന്ന്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്. നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ റിവിഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കോത്താരി കമ്മീഷൻ ഹാസ് റെക്കമെൻഡഡ് മേക്കിംഗ് ഡാഷ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. കോത്താരി കമ്മീഷൻ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ കോത്താരി കമ്മീഷനാണ്. ഈ ഇത്രയും ക്വസ്റ്റ്യൻസോടെ കടന്നു പോകുമ്പോൾ നമ്മൾ കോത്താരി കമ്മീഷനെ പറ്റി അത്യാവശ്യം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, സോ കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് മേക്കിംഗ് ഡാഷ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഒരു ഇൻറ്റഗ്രൽ പാർട്ട്, വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളത് ഏതാണ് ആസ് പെർ കോത്താരി കമ്മീഷൻ? 1 പോപ്പുലർ എഡ്യൂക്കേഷൻ, 2 വാല്യൂ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, 3 സെക്സ് എഡ്യൂക്കേഷൻ, 4 വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പോൾ കോത്താരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കുറേ റെക്കമെൻഡേഷനിൽ ഏറ്റവും കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് പോപ്പുലർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണോ, വാല്യൂ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ മൂല്യവത്തായ വിദ്യാഭ്യാസമാണോ, സെക്സ് എഡ്യൂക്കേഷൻ ആണോ, അതെയോ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണോ? ഏതാണ് ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ഇൻറ്റഗ്രൽ പാർട്ട്? യു ഗോട്ട് എനി ആൻസർ? The right answer is work experience. Work experience ആണ് as per Kothari Commission. He recommended making work experience as an integral part of education. എഡ്യൂക്കേഷൻ്റെ ഒരു കാതലായ ഭാഗമാക്കി വർക്ക് എക്സ്പീരിയൻസിനെ മാറ്റണം എന്നാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞത്. സോ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലെ വൺ ഓഫ് ദി ഇൻറ്റഗ്രൽ പാർട്ടാണ് വൺ ഓഫ് ദി ഇൻറ്റഗ്രൽ പാർട്സ് ആണ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ കോത്താരി കമ്മീഷൻ റെക്കമെൻഡഡ് മേക്കിംഗ് വർക്ക് എക്സ്പീരിയൻസ് as an integral part of education. വിദ്യാഭ്യാസത്തിൽ വർക്ക് എക്സ്പീരിയൻസും കൂടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കി മാറ്റണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരിക്കുലം ഷുഡ് ബി പീരിയോഡിക്കലി ബേസ്ഡ് ഓൺ റിസർച്ച്. സജഷൻ ഓഫ് വിച്ച് കമ്മീഷൻ? ഈ കരിക്കുലം ഇങ്ങനെ പീരിയോഡിക്കലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം ബേസ്ഡ് ഓൺ റിസർച്ച്. റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കരിക്കുലം ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഓരോ പീരിയോഡിക്കലി അല്ലെ ഇത്ര ടൈം കഴിയുമ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കരിക്കുലം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മീഷനാണ്? ഓക്കെ, കരിക്കുലം ഷുഡ് ബി പീരിയോഡിക്കലി റിവൈസ്ഡ് എന്നാണ് കേട്ടോ, അവിടെ അത് കൊടുത്തിട്ടില്ലേ ക്വസ്റ്റ്യനിൽ. പീരിയോഡിക്കലി റിവൈസ് ബേസ്ഡ് ഓൺ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കരിക്കുലം പീരിയോഡിക്കലി റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണ്? ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ്റെ സജഷനാണത്. ഓക്കെ, ഡാഷ് സജസ്റ്റഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, തുടർ വിദ്യാഭ്യാസം. അത് സജസ്റ്റ് ചെയ്തത് മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, NKC. ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ് അല്ലേ. കോത്താരി കമ്മീഷനാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? കോത്താരി കമ്മീഷൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ അദ്ദേഹം പറയണത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാതലായ ഭാഗമാക്കി എന്ത് മാറ്റണം? വർക്ക് എക്സ്പീരിയൻസ് മാറ്റണം. അതുപോലെ കരിക്കുലം ആണെങ്കിൽ പീരിയോഡിക്കലി റിസർച്ച് ചെയ്ത് ഇങ്ങനെ റിവ്യൂ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കോത്താരി കമ്മീഷൻ പറഞ്ഞാണ്. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത് കോത്താരി കമ്മീഷൻ. ഓക്കെ, according to Education Commission, which language should be used in primary education for better understanding? അപ്പോൾ നോർമലി വിദ്യാഭ്യാസ കമ്മീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഏത് ലാംഗ്വേജ് ആണ് വിച്ച് ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ? പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏത് ലാംഗ്വേജാണ് ഉപയോഗിക്കേണ്ടത് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്? ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കണം? റീജിയണൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, മദർ ടങ്. ഇതിൽ ഏതാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഏറ്റവും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിക്കേണ്ടത് ആസ് പെർ എഡ്യൂക്കേഷൻ കമ്മീഷൻ? അക്കോർഡിംഗ് ടു എഡ്യൂക്കേഷൻ കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ സ്റ്റഡി ചെയ്ത് കൊടുത്ത ഒരു റെക്കമെൻഡേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കാനായിട്ട് ഒരു പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഏത് ലാംഗ്വേജ് ആയിരിക്കും? ഓഫ് കോഴ്സ് പ്രൈമറി എഡ്യൂക്കേഷനാണ്. അവിടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കണം? മദർ ടങ്ങിലായിരിക്കണം. സോ മദർ ടങ് ആണ് ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വാസ് എൻടൈറ്റിൽഡ് ഓൺ. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ അത് എങ്ങനെയാണ് എൻടൈറ്റിൽ ചെയ്തിരിക്കുന്നത്? എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ലേണിംഗ് ടു ബി അഡ്വഞ്ചർ എന്ന് ടൈറ്റിൽ ചെയ്യാം. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വൈവിധ്യത, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ഇൻ ഡെമോക്രസി. ഇതിലേതാണ് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ പറയുന്നത്? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ലേണിംഗ് ടു ബി അഡ്വഞ്ചർ, ഒരു അഡ്വഞ്ചർ ആകണം എന്നുള്ള രീതിയിൽ ലേണിംഗ്. ഡൈവേഴ്സിഫിക്കേഷൻ, കോഴ്സിൽ വൈവിധ്യങ്ങൾ. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ ഒരു സാമൂഹിക ഒരു സോഷ്യലൈസേഷൻ ആൻഡ് വിദ്യാഭ്യാസം. ഇതിൽ ഏതാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എൻടൈറ്റിൽ ചെയ്യുന്നത്? കോത്താരി കമ്മീഷനാണ്
കുറെ കൂടെ രാജ്യത്തിന് മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെ തിങ്ക് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കമ്മീഷൻ. സോ കോത്തരി കമ്മീഷൻ റിപ്പോർട്ട് വാസ് എൻടൈറ്റിൽഡ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഇതാണ് കോത്തരി കമ്മീഷൻ റിപ്പോർട്ട്, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്മീഷൻ റെക്കമെൻഡഡ് ദ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഷുഡ് റിസീവ് ഹൈ പ്രയോറിറ്റി ടു ആക്സിലറേറ്റ് ദ നാഷണൽ എക്കോണമി? നാഷണൽ എക്കോണമീനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദേശീയ സാമ്പത്തിക സ്ഥിതിനെ അല്ലെ നമ്മുടെ ഒരു എക്കോണമീനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിനാണ്? സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചിനും ഹൈ പ്രയോറിറ്റി കൊടുക്കണം. സയൻസ് എഡ്യൂക്കേഷനും റിസർച്ചിനും, ശാസ്ത്ര വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഹൈ പ്രയോറിറ്റി റിസീവ് ചെയ്യണം. എന്തിന്? നാഷണൽ എക്കോണമീനെ കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ഏത്? ആചാര്യ നരേന്ദ്രദേവ്, രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുദ്ലിയാർ കമ്മീഷൻ. ഏതാണ്? ഓഫ് കോഴ്സ് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ് പറഞ്ഞത് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഷുഡ് റിസീവ് ഹൈ പ്രയോറിറ്റി ടു ആക്സിലറേറ്റ് നാഷണൽ എക്കോണമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്മീഷൻ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഹാസ് പെയ്ഡ് അറ്റൻഷൻ ടു ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തരത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. സെയിം ഓപ്ഷൻസ്: രാധാകൃഷ്ണ കമ്മീഷൻ, മുദ്ലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, NKC. ഏത് കമ്മീഷനാണ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സർവകലാശാല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കായിരുന്നു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുദ്ലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് പ്രാധാന്യം കൊടുത്തത്. ബട്ട് ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കോത്താരി കമ്മീഷനാണ്. സോ ദ ആൻസർ ഇസ് കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Kothari Commission recommended a certain percentage of national income to be invested in education. അത് എത്ര പെർസെൻറ്റേജ് ആണ്? കോത്തരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൻ്റെ ഒരു ഇത്ര ശതമാനം എന്ത് ചെയ്യണം? എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. 10, 8, 6, 9 4 ഓപ്ഷൻ ഉണ്ട്. എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് കോത്തരി കമ്മീഷൻ പറഞ്ഞത്? ടോട്ടലി നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ആ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ ആൻസർ ഇസ് 6%. 6% അല്ലേ? 6% ആണ് റെക്കമെൻഡ് ചെയ്തത്, കോത്തരി കമ്മീഷൻ സജസ്റ്റ് ചെയ്തത്. എന്തൊരു നാഷണൽ ഇൻകത്തിൻ്റെ 6% ഇൻവെസ്റ്റ് ചെയ്യുക ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. നമ്മുടെ 2020 എക്കോണമി 6% ആണ്, നാഷണൽ ഇൻകത്തിൻ്റെ 6% ആണ് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കോത്തരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. നമ്മുടെ NEP 2020, നമ്മുടെ ഇപ്പോൾ 2023 വരുന്ന നമ്മുടെ ഇംപ്ലിമെൻ്റ് ആകുന്ന NEP 2020ലും 6% എമൗണ്ടാണ്, GDPയുടെ 6% ആണ് എഡ്യൂക്കേഷൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം റെക്കമെൻഡ് ബൈ? ആരാണ് റെക്കമെൻഡ് ചെയ്തത്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 10+2+3 ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യത എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട അറിയേണ്ട ക്വസ്റ്റ്യൻ. 10+2+3+ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം റെക്കമെൻഡ് ചെയ്ത ആരാണ്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഇതിന് മുന്നേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന 10th വരെ, ദെൻ +1, +2, ദെൻ ഡിഗ്രി എന്നുള്ള ഒരു പാറ്റേൺ റെക്കമെൻഡ് ചെയ്തത് ആരാണ്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ കോത്തരി കമ്മീഷൻ? കോത്തരി കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 12, 13, 15, 17. എത്ര മെമ്പേഴ്സ് ഉണ്ട്? കോത്തരി കമ്മീഷനിൽ 17 മെമ്പേഴ്സ് ആണ് ഉള്ളത്. 17 മെമ്പേഴ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു കോത്താരി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു 4-fold ടാസ്ക് വിത്ത് റിഗാർഡ് ടു ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം? വിദ്യാഭ്യാസ സിസ്റ്റം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-fold ടാസ്ക്, 4 ടാസ്കിനെ പറ്റിയിട്ട് കോത്തരി കമ്മീഷൻ പറയുന്നുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അച്ചീവിങ് നാഷണൽ ആൻഡ് സോഷ്യൽ ഇൻറ്റഗ്രേഷൻ അച്ചീവ് ചെയ്യുക, ആക്സിലറേറ്റിംഗ് പേസ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഇതിലേതാണ് ആ 4-fold ടാസ്ക് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കണേ. അപ്പം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോത്തരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 4-fold ടാസ്കിൽ ഇതെല്ലാം വരും. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 3 പഠിച്ചോ. ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ദെൻ അച്ചീവിങ് നാഷണൽ ആൻഡ് സോഷ്യൽ ഇൻറ്റഗ്രേഷൻ, ആക്സിലറേറ്റിംഗ് പേസ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ കൂടെ സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്, എഡ്യൂക്കേഷൻ അബൌട്ട് റിലീജിയൻ, 3 ലാംഗ്വേജ് ഫോർമുല, ഇതൊക്കെ ഇവരുടെ ടാസ്ക് ഫോഴ്സിൽ വന്നിട്ടുള്ളതാണ്. കോത്തരി കമ്മീഷൻ്റെ 4-fold ടാസ്കിൽ പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള എല്ലാം കറക്റ്റാണ്. ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ദെൻ അച്ചീവിങ് നാഷണൽ ആൻഡ് സോഷ്യൽ ഇൻറ്റഗ്രേഷൻ, ആക്സിലറേറ്റിംഗ് പേസ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, ദെൻ 3 ലാംഗ്വേജ് ഫോർമുല വരുന്നുണ്ട്, പിന്നെ സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ അബൌട്ട് റിലീജിയൻ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കോത്തരി കമ്മീഷനിൽ വരുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കോത്തരി കമ്മീഷൻ ഹാസ് പ്രൊപ്പോസ് ദാറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് കംപ്രൈസ് ഓഫ്? കോത്തരി കമ്മീഷൻ്റെ ഒരു പ്രൊപ്പോസൽ അനുസരിച്ചിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് 8 or 9 to +2,
9 or 10 to plus 2, 10 to plus 2, none of the above. ഇതിൽ ഏതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ? കോത്തറി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം സെക്കൻഡറി എഡ്യൂക്കേഷൻ 8ാം ക്ലാസ് 8 or 9 to plus 2 ആണോ, 9 or 10 to plus 2 ആണോ, 10 to plus 2 ആണോ, none of the above ആണോ? ഏതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊണ്ട് കോത്തറി കമ്മീഷൻ പറഞ്ഞ്? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, 9 or 10 to plus 2. 9 അല്ലെങ്കിൽ 10 തൊട്ട് പ്ലസ് 2 വരെയാണ് ഇദ്ദേഹം സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 ലാംഗ്വേജ് ഫോർമുല വാസ് സജസ്റ്റഡ് ബൈ വിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം? 3 ലാംഗ്വേജ് ഫോർമുല, ത്രിഭാഷാ പദ്ധതി ആരാണ് പറഞ്ഞത്? കോത്തറി കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്തത്. 3 ലാംഗ്വേജ് ഫോർമുല കോത്തറി കമ്മീഷൻ്റെയാണ്. ഡെസ്റ്റിനി ഓഫ് നേഷൻ ഷേപ്ഡ് ഇൻ ക്ലാസ് റൂം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞത് ആരാണ്? കോത്താരിയാണ് പറഞ്ഞത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോത്താരി കമ്മീഷൻ്റെ ഒരു വർഷമാണ് 1964 മുതൽ 66 വരെയാണ്. സോ കോത്തറി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കോത്തറി കമ്മീഷൻ 1964 തൊട്ട് 66 വരെ ടൈം പീരീഡിലാണ് വന്നത്. ഈ കമ്മീഷന്റെ ഹെഡ് കോത്തറി ആയതുകൊണ്ടാണ് കോത്തറി കമ്മീഷൻ എന്നുള്ള പേരുള്ളത്. കോത്തറി ആണ് പറഞ്ഞത്, കോത്തറിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ സെക്കൻഡറി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ മുൻനിർത്തിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കാര്യങ്ങളാണ് കോത്തറി കമ്മീഷനിൽ കൊടുത്തത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഇൻറ്റഗ്രൽ പാർട്ടാണ് ഇത് പറഞ്ഞത് വർക്ക് എക്സ്പീരിയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കരിക്കുലത്തെ പറ്റി പറഞ്ഞത് കരിക്കുലം പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം എന്നാണ് കോത്താരിയുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നത്. ഇവർ സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത് ഒരു 9 or 10 to plus 2 വരെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുപോലെ 10+2+3 വിദ്യാഭ്യാസ പദ്ധതി കോത്തറി കമ്മീഷൻ റെക്കമെൻഡേഷനാണ്. ത്രിഭാഷാ പദ്ധതി കോത്തറി കമ്മീഷൻ്റെ ആണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതുപോലെ തന്നെ മോഡേണൈസേഷൻ, പിന്നെ എഡ്യൂക്കേഷൻ അബൌട്ട് റിലീജിയൻ, അച്ചീവിങ് നാഷണൽ ആൻഡ് സോഷ്യൽ ഇൻ്റഗ്രേഷൻ, സോഷ്യൽ മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്, ഇതൊക്കെ തന്നെ കോത്തറി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതിന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നാഷണൽ എക്കോണമീനെ അത് നല്ല രീതിയിൽ ആക്സിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് കോത്തറി കമ്മീഷനാണ്. അപ്പോൾ ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ എക്കോണമിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ കമ്മീഷൻ ആയതുകൊണ്ട് ദിസ് കമ്മീഷൻ റിപ്പോർട്ടിനെ എൻടൈറ്റിൽ ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ത്രിഭാഷാ പദ്ധതി, 10+2+3 എഡ്യൂക്കേഷൻ സിസ്റ്റം, വർക്ക് എക്സ്പീരിയൻസ്, ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, നാഷണൽ എക്കോണമി, ഇതൊക്കെ കോത്തറി കമ്മീഷൻ റെക്കമെൻഡേഷനാണ്. അപ്പോൾ എല്ലാ തലത്തിലും രാജ്യത്തിനെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതാണ് അദ്ദേഹം തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സയൻസ് ആൻഡ് റിസർച്ചിനൊക്കെ ഇത്രയും ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ അത് നാഷണൽ എക്കോണമി എന്താ പറയുക ആക്സിലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അത് റിപ്പോർട്ട് തന്നെ എൻടൈറ്റിൽ ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പ്രിയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. വർക്ക് എക്സ്പീരിയൻസ് ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കരിക്കുലം റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് കോത്തറി കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. 17 മെമ്പേഴ്സാണ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ ഇൻകത്തിൻ്റെ 6% എഡ്യൂക്കേഷനായിട്ട് മാറ്റി വയ്ക്കുന്നതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രപ്പോസലിൻ്റെ അകത്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ 9 or 10 to plus 2 വരെയാണ്. ഇത്രയും പോയിന്റ്സ് കോത്തറി കമ്മീഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുള്ളായി ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, PSC എക്സാം ഗ്രേഡ് വരാൻ പോകുന്ന ഖാദി ബോർഡ് എക്സാമിനേഷനെ നെക്സ്റ്റ് LDC 24-നൊക്കെ ബേസ് ചെയ്തിട്ട് പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ ലോങ് ടേം കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അടുത്ത ക്ലാസ് മീറ്റിംഗ് കാണുന്നതായിരിക്കും.